നമസ്കാരം. കുടുംബസമേതത്തിന്റെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുടുംബസമേതത്തിൽ പരിചയപ്പെടാൻ പോകുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു പ്രമുഖ ഒരു വ്യക്തിയാണ്. ആരാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ലെറ്റ്സ് നോക്ക് ദ ഡോർ ആൻഡ് ഫൈൻഡ് ഔട്ട് ആരാണെന്ന്. സോ പ്ലീസ് കം. ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ശരിക്കും കറക്റ്റ് ആയിട്ട് ഒരു സംഭവം എന്ന് വെച്ചാൽ ഡയറക്ടേഴ്സിന്റെ ഇടയിൽ, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഡയറക്ടേഴ്സിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ടോക്ക് നടക്കുന്ന ഡയറക്ടറാണ്. അറ്റ് ദ സെയിം വേ ഒരുപാട് സൂപ്പർ ഹിറ്റ് ഫിലിംസ്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹിറ്റ് ഫിലിംസിന്റെയും ഡയറക്ടർ നീന ചേട്ടൻ. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ നീന ചേച്ചിനെയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത്. നീന ചേച്ചിനെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. സോ പ്ലീസ് വെൽക്കം ടു കുടുംബസമേതം. നമ്മളിപ്പോ ഉള്ളത്, നേരത്തെ കണ്ടു, വിനയൻ ചേട്ടന്റെ വീട്ടിലാണുള്ളത്. വിനയൻ ചേട്ടന്റെ വൈഫ്, പ്രിയ പത്നി ലീന ചേച്ചിയാണ്. ലീന ചേച്ചിനെ പേടിച്ചിട്ട് ഇറച്ചിട്ടൊക്കെ ആയിരിക്കുന്നത്. ബിക്കോസ് ആദ്യമായിട്ടാണ് ടിവിയുടെ മുന്നിൽ വരുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ചേച്ചിക്കുണ്ട്. ചിരി കൊണ്ട് അത് മറച്ചിരിക്കുകയാണ്, അല്ലേ ചേച്ചി? അപ്പോൾ ഞാൻ ആദ്യം വിനയൻ ചേട്ടനോട് ചോദിക്കാം. അപ്പം ചേച്ചി കുറച്ച് ടെൻഷനൊക്കെ ഒഴിവാം. ഏറ്റവും കൂടുതൽ സംസാര വിഷയം അല്ലെങ്കിൽ സംസാരം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ള ഡയറക്ടർ നിൽക്കുന്നത്, അതായത് കോൺട്രവേഴ്സി എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ല, നിൽക്കുന്നത് വിനയൻ ചേട്ടനാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രഷർ, കോൺട്രവേഴ്സീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെ ഒറ്റയ്ക്ക് പൊരുതുന്നേ ഇത്ര ആൾക്കാരുടെ അടുത്ത്? അത് പലരും ചോദിക്കാറുള്ളതാണ്. നമ്മുടെ മനസാക്ഷിക്ക് നമുക്ക് നേരെന്ന് തോന്നുന്നതിന് വേണ്ടി നിൽക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ ശക്തിയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ കൊച്ചുനാൾ തൊട്ട്, പഠിക്കുന്ന കാലം തൊട്ട് അങ്ങനെ ആയിരുന്നു. കാരണം ഇപ്പം നമുക്ക് തോന്നുന്ന ഒരു നേരെന്ന് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പ്രതികരണശേഷിയില്ലാത്ത ഒരു തലമുറയാണ് നമുക്ക് വരുന്നത്. പ്രതികരണശേഷി ഞാൻ പറഞ്ഞത്, ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാൻ എന്തിനാ പറയുന്നത്? നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലേ? നമുക്ക് ഈ ചാനൽ അത് യങ് ജനറേഷനെ കുറ്റം പറയണോ? അത് ആക്ച്വലി വളർത്തി കൊണ്ടുവരുന്നതും ആ രീതിയിലാണെങ്കിലോ? ബിക്കോസ് അതെ, ഞാനത് തന്നെ പറയാം. വളർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ചാനലിൽ സുഖമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഇവരെന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ട് അല്ലേ അത് സഹിച്ചപ്പോരെ. ചേച്ചി, വെള്ളയും ഇട്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ ഇത്രയും ശുദ്ധവും ഭയങ്കര തൂവെള്ള സ്വഭാവമുള്ള ആളാണോ? അതോ കുറച്ച് ഡിഫിക്കൽട്ട് ആണോ ഹാൻഡിൽ ചെയ്യാൻ? ഭയങ്കര ഹാപ്പി ഗോ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണോ? എന്നാലും ഇത്രയും ടെൻഷനും പ്രഷറും ഒക്കെ ഉള്ളത്, അത് എനിക്ക് തോന്നുന്നു മലയാളം ഡയറക്ടേഴ്സിൽ വെച്ചിട്ട്, ഇപ്പൊ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഡയറക്ടേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡയറക്ടർ. ഫിലിമിന്റെ പ്രഷർ അല്ലാതെ തന്നെ വേറെ ഓരോ കോൺട്രവേഴ്സീസ്. അപ്പൊ ഇതൊക്കെ വീട്ടിൽ വരുമ്പം ചേച്ചിയായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ? അതായത് ഇങ്ങനെ പറയാറുണ്ടോ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര അപ്സെറ്റ് ആയിട്ടാണോ നിൽക്കാറ്? അതോ ടെൻഷൻ ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഭയങ്കര അപ്സെറ്റ് ഒന്നും ആയിരിക്കത്തില്ല. ഭയങ്കര സ്ട്രോങ്? പക്ഷെ എല്ലാം എന്നോട് പറയാറുണ്ട്, എല്ലാവരും പറയും, എല്ലാ കാര്യവും പറയാം. ചേച്ചിക്ക് അത് കേട്ട് ടെൻഷൻ ആവാറുണ്ടോ? ദൈവം ഇനി മതി, നിങ്ങൾ പോണ്ട, ഇനി മതി നമുക്ക്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ഒരു ഇത് ഇല്ല. നമ്മളിപ്പോ സത്യസന്ധമായിട്ട് ചെയ്യണ കാര്യങ്ങളാവുമ്പോ അങ്ങനെ തന്നെ പോണായിരിക്കും നല്ലത്. ഈ സ്വഭാവം പണ്ട് കല്യാണം കഴിഞ്ഞപ്പോ മുതലേ അറിയായിരുന്നു? എങ്ങനെയായിരുന്നു? ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിച്ച് എടുത്ത് പറയുന്ന ഒരു സ്വഭാവം അറിയാം? വീട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിയുന്നതിന് മുമ്പ് അറിയില്ലായിരുന്നു അല്ലെ? ഇത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് അറേഞ്ച് മാരേജ് ആയിട്ട് നേരത്തെ ഉള്ള കാര്യങ്ങൾ അറിയില്ല. എങ്ങനെയായിരുന്നു കല്യാണം നടന്നത്? മീൻസ് പക്ക അറേഞ്ച്ഡ് ആയിട്ടായിരുന്നു? പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. ചേച്ചിയുടെ വീട് എവിടെയാ? ട്രിവാൻഡ്രം. ഓ, നമ്മുടെ നാട്ടുകാരി. ഓക്കെ. ആൻഡ് ചേട്ടൻ? ആലപ്പി, കുട്ടനാട്. അല്ല, എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ്, ഇവര് രണ്ടുപേരും ഒരുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള റിലേഷൻ. എന്നിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ അറിയായിരുന്നു ഫിലിം മേക്കർ ആണ്, ഒരുപാട് പ്രോബ്ലം? അന്ന് എന്തായിരുന്നു ചേട്ടൻ എന്താ ചെയ്തത്? ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു, പിന്നെ നാടകമായിരുന്നു. തിയേറ്ററിലുണ്ടായിരുന്നു. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു, സ്റ്റേജ് നാടകൃത്തായിരുന്നു, നാടക സമിതി ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ അത് കുറച്ചുകൂടെ റിസ്കിയാണ്. ബിക്കോസ് ആ ടൈമിൽ അങ്ങനെ കല്യാണം കഴിക്കുമ്പോ അന്നത്തെ സമയത്ത് ആ ഒരു ജോബ് ഉണ്ട്. സേഫ് ആയിട്ട് കഴിച്ചു, അതാണ് പക്ക അറേഞ്ച്ഡ് ആയത്. ഓക്കെ. അപ്പം ഇപ്പം ഇത്രയും, അതായത് ഇപ്പൊ ചേച്ചി വന്നതിന് ശേഷമാണ് കംപ്ലീറ്റ്ലി ഇപ്പൊ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ് അല്ലേ? ചേച്ചിയുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ കിട്ടാൻ ഭയങ്കര വിഷമാണ്. എങ്ങനെയാ ചേട്ടാ, എപ്പോഴും ഇങ്ങനെയാണോ വർത്താനം പറയുന്നത്? അതെ, ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇത്രയും ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ആണോ? നിങ്ങളുടെ ചേട്ടനെ പേടിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ നല്ല ശബ്ദമൊക്കെ. അതെപ്പോഴും അങ്ങനെയാണല്ലോ, ഭർത്താവും ഭാര്യ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണോ ഭാര്യയുടെ കറക്റ്റ്. അപ്പം വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാറുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടും ഉണ്ട് അല്ലെ? എന്നുവെച്ചാൽ ഒരു ഭയങ്കര ഫേസ് ഓഫ് തോന്നിയിരുന്നു, അതായത് വല്ലാതെ വിഷമിച്ച ഒരു സമയമായിരുന്നോ? ഒരു 2-3 years അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഫാമിലിയിൽ നിന്ന് ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്ത് വന്നതാണോ അല്ലെ?
അതോ ഫാമിലി, അതായത് മൊത്തം നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അടുത്താണെങ്കിൽ? ഇല്ല ഇപ്പൊ ഫാമിലി എല്ലാം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാരും സപ്പോർട്ടാണ്. ഇപ്പൊ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ, മീൻസ് ഓക്കെ ഞാൻ കല്യാണം കഴിച്ച ഒരാൾ ഇത്രയും, അതായത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ കല്യാണം കഴിക്കുന്ന ഒരാൾ ഇത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, പിന്നെ ഏതൊരു ഭാര്യയ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഉള്ള ഒരു കാര്യമാണ്. ചേച്ചി എന്നിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ചേച്ചിക്കും ആ സ്വഭാവം കിട്ടിയോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേച്ചി അത് എടുത്തടിച്ച പോലെ പറയുമോ ചേട്ടൻ്റെ അടുത്ത്? ഇല്ല, ഒരിക്കലും എടുത്തടിച്ച പോലെ പറയാറില്ല. അതൊക്കെ മയത്തിലൊക്കെ അത് കുറച്ച് സൂക്ഷിച്ചു വേണമല്ലോ. അതായത് ചേട്ടൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവമാണോ? ചില കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും. മലയാളം ഫിലിമിൽ ഒരുപാട് ഡയറക്ടേഴ്സ് പുതിയ ആക്ടേഴ്സിനെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ചേട്ടന്റെ കാര്യം നോക്കുവാണെങ്കിൽ ബ്രേക്ക് കൊടുത്തത് അതാണ് ഇമ്പോർട്ടന്റ്. ബിക്കോസ് നമ്മൾ വെറുതെ പുതുമുഖങ്ങളെ കൊണ്ടുവന്നാൽ പോരാ, അവരുടെ ടാലന്റ്, അവരുടെ പൊട്ടൻഷ്യൽ എന്താണ് അതനുസരിച്ചിട്ട് ബ്രേക്ക് കൊടുക്കുന്നത് അതൊരു ഡിഫറെന്റ് കാര്യമാണ്. അത് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ജയസൂര്യയുടെ കാര്യമാണെങ്കിലും ദിലീപിനെ ഒരു നായകനായിട്ട് കൊണ്ടുവന്നത്, കലാഭവൻ മണിയുടെ ഒരു ബ്രേക്ക്, ഇവരൊക്കെ എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആക്ടേഴ്സ് ആണ്. നമുക്കറിയാം ഇവരൊന്നും ഇനിയിപ്പോ ഒരു 5 വർഷം കഴിഞ്ഞ് ഫേസ് ഓഫ് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ അതായത് ഇങ്ങനെ കൊണ്ടുവന്ന അപ്പൊ അവരൊക്കെ എപ്പോഴും അവരുമായിട്ടൊക്കെ എപ്പോഴും ചേച്ചി വിളിക്കാറുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ബന്ധമുണ്ടോ? അവർ ഇത്രയും പ്രശ്നത്തിനിടയ്ക്കും ആ ഒരു സപ്പോർട്ട് അവരുടെ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? സപ്പോർട്ട് അവർ വിളിക്കാറുണ്ടോ അറ്റ്ലീസ്റ്റ്? ഇല്ല, അതെ. പിന്നെ ഈ താരങ്ങളൊന്നും പിന്നെ എനിക്കങ്ങനെ അവരൊരു വീട്ടിൽ അങ്ങനെ ഒരു വലിയ ബന്ധമില്ലായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെ ആയിരുന്നു. ഇവിടെ വരുമായിരുന്നു. ഇപ്പം ദിലീപ് വന്നിട്ടുണ്ട്, മഞ്ജു വന്നിട്ടുണ്ട്, കലാഭവൻ വന്നിട്ടുണ്ട്, ഒക്കെ വരുമായിരുന്നു. മണിക്കുട്ടന്, ജയസൂര്യ ഒക്കെ ഇവിടെ. കാരണം ജയസൂര്യ ഞങ്ങളുടെ കഥ പറഞ്ഞ് ജയസൂര്യ ഫിക്സ് ചെയ്യുമ്പോൾ നീനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അല്ലാതെ ഒരു അങ്ങനെയുള്ള അവരുമായിട്ട് സംഭവം ഒന്നും അങ്ങനെ. അദ്ദേഹം ഒന്നാമത്തെ പ്രശ്നം, നീന വളരെ സൈലന്റ് ആണ്. നീന ഫോൺ ചെയ്താൽ പോലും ഒരു വാക്ക് ഉണ്ടോ ഉണ്ട് ഇല്ല ഇല്ല എന്ന് പറയുന്നത് എപ്പോഴും പരാതിയാണ്. ഒരു ഡയറക്ടറിന്റെ വൈഫിന് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താണ്? ക്ഷമ ആണോ? വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരുന്നു. ക്ഷമ കാര്യം എന്തെങ്കിലും എന്ത് കേട്ടാലും ജസ്റ്റ് നമുക്കത് ഉൾക്കൊള്ളാനുള്ള ഒരു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാൻ ക്യാമറയിൽ ഓപ്പൺ ആയി ചോദിക്കുകയാണ്. ഡയറക്ടേഴ്സ് ആക്ടേഴ്സ് ലിങ്കപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആക്ട്രസുമായിട്ടാണ്. എങ്ങനെ സഹിക്കുന്നു ഇതാക്കാത്തതൊക്കെ? എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു? പ്രൊഫഷനായിട്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെ വിഷമിച്ചിട്ടുണ്ടോ? ആദ്യമൊക്കെ വിഷമിച്ചിട്ടുണ്ടാവും അല്ലെ? പിന്നെ യൂസ്ഡ് ആയോ? വിഷമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു കാര്യമേ ഒരു കാര്യത്തിലും ഇടപെടാറില്ല അല്ലേ? പ്രത്യേകിച്ച് പ്രൊഫഷണലി ഒട്ടും അങ്ങനെ എന്തെങ്കിലും സജഷൻസ്? കഥകളൊക്കെ പറയും. ഇപ്പൊ തന്നെ ട്രാക്കുള എടുക്കാൻ പോവാണ്. ട്രാക്കുള സിനിമകളൊക്കെ ഇംഗ്ലീഷ് സിനിമയൊക്കെ ഞാൻ ചേട്ടനോട് ചോദിക്കണം എന്ന് വിചാരിച്ചത്, യക്ഷി, ഡ്രാക്കുള, ഇതൊക്കെ എങ്ങനെ ഇത്രയും ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ ഒരു സബ്ജക്ട്സ്? അതും ഈ സബ്ജക്ട്സ് എന്ന് വെച്ചാൽ ആകെ ഇന്ത്യയിൽ ആരുമില്ല, ഇംഗ്ലീഷ് മൂവീസിൽ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഈ ഡ്രാക്കുള അല്ലെങ്കിൽ യക്ഷി, എനിത്തിങ് റിലേറ്റഡ് ടു ഈ സ്പിരിറ്റ്സ്. അല്ല, അത് എൻ്റെ സിനിമകളെ പറ്റി അങ്ങനെ കാണലില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വെറൈറ്റിയും പരീക്ഷിച്ചിട്ടുള്ള ഒരു സംവിധായകൻ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പം ഞാൻ പറയാം, ഈ കല്യാണ സൗഗന്ധികം, ശിപ്പായി ലഹള, ഉല്ലാസപ്പൂങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇഷ്ടംപോലെ ദിലീപിനെയൊക്കെ വെച്ചിട്ട് കോമഡി ചിത്രങ്ങൾ, ഫുൾ കോമഡി ചിത്രങ്ങളായിരുന്നു. അപ്പം അത്തരം ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. വാസന്തിയും ലക്ഷ്മിയും, കരിമാടിക്കുട്ടൻ പോലെ ഭയങ്കര ഡൗൺ ടു ദി എർത്ത് ആയിട്ടുള്ള ലൈഫ് ടച്ചുള്ള ഫാമിലി ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആകാശഗംഗയും വെള്ളി നക്ഷത്രവും പോലുള്ള ഹൊറർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത്ഭുതദ്വീപും അതിശയനും പോലുള്ള ഫാന്റസി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സത്യവും ദാദാ സാഹിബും ഒക്കെ രാക്ഷസ രാജാവും പോലുള്ള ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് ബ്രാൻഡഡ് ആകല്ല ഒരു സംവിധായകൻ. ചിലർ പറയാറുണ്ടല്ലോ, ഈ ചിത്രം കണ്ട ഇന്നയാടായിരുന്നു പറയാം. അങ്ങനെ പറയരുത്. ബ്രാൻഡഡ് ആകുന്നു. കുടുംബ ചിത്രങ്ങൾ റീല് മാറ്റിയാൽ പോലും അറിയാത്ത രീതിയിൽ. പക്ഷെ എന്റെ ദൈവാധീനത്തിന് എന്റെ ഇപ്പൊ എല്ലാ വെറൈറ്റിയിലുള്ള ചിത്രങ്ങളും വിജയിച്ചതാണ്. അപ്പം ഇപ്പം കുള്ളന്മാരെ വെച്ചൊക്കെ ഫാന്റസി ചിത്രങ്ങളൊക്കെ ചെയ്യാൻ തന്നെ കാര്യം വെറൈറ്റി തപ്പിപ്പോയതാ. അത്ഭുതമൊക്കെ ചെയ്യാൻ കാര്യം. അപ്പൊ പിന്നെ ഇതിനകത്ത് ഒരു കൊമേഴ്സ്യൽ എലമെന്റ് കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ പിന്നെ ഹൊറർ ചിത്രങ്ങളെല്ലാം ഹിറ്റായിരുന്നു. മറ്റേ ചിത്രങ്ങൾ, ഈ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പൊ രഘുവിന്റെ സ്വന്തം റഹസ്യ ഒരു ഹിറ്റല്ലായിരുന്നു. കാരണം അതിന്റെ പ്രമേയം ഭയങ്കര ഹാർഡായിരുന്നു. അതിനകത്ത് അഭിനയിച്ചവരെല്ലാം പുതിയ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അതേസമയം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഡ്രാക്കുളയ്ക്ക് ഭയങ്കര ഇനിഷ്യലായിരിക്കും. കാരണം അത് അങ്ങനെയാണ് അതിന്റെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഫിലിം വന്നിട്ടില്ല, ഇന്ത്യയിൽ വന്നിട്ടില്ല. ഡ്രാക്കുള ബ്രാം സ്റ്റോക്കറിന്റെ നോവലിനെ ബേസ് ചെയ്ത്. ചേച്ചി ഡ്രാക്കുളയായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവോ? റൊമാനിയയിലേക്ക് ഷൂട്ടിംഗ് ചേച്ചി പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഷൂട്ടിങ്ങിന്?
ഞാൻ എല്ലാ സെറ്റിലും പോവാറുണ്ടോ? പോയാ അറിയും കൂടി ഉണ്ടാവില്ലേ ഭാര്യ വന്നത്? ആരെങ്കിലും വന്ന് പറയേണ്ടി വരും അല്ലേ? ഇപ്പൊ റൊമാനിയയിലോട്ട് നീനയും മോളും വരുന്നുണ്ട്. മോന് ലീവ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം വരുന്നില്ല. മോൻ എവിടെ? യുഎസിലാണ്. എന്താ ചെയ്യുന്നത്? പെർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എയറോസ്പേസ് എഞ്ചിനീയറിംഗിന്റെ PhD. അദ്ദേഹം ചന്ദ്രനിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ ഫീൽഡിലൂടെ യാതൊരു താല്പര്യമില്ല. ഉണ്ട്. ഇപ്പൊ ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കന്റെ കഥ അദ്ദേഹത്തിന്റെ ആണ്. ഫിലിം കഥ എഴുതും. പിന്നെ അവിടെ അങ്ങനെയൊക്കെയുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ കൂടുതലായിട്ട് പുള്ളിക്ക് ഒരു എയറോസ്പേസ് എഞ്ചിനീയർ എന്നുള്ള ഉദ്ദേശമുണ്ട്. പുള്ളി അവിടെ തന്നെ ജോലി ചെയ്യുന്നില്ല, അമേരിക്കയിൽ നിൽക്കുന്നില്ല. പഠിത്തം കഴിഞ്ഞ അടുത്ത വർഷം കേരളത്തിൽ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം തീരുമാനിക്കട്ടെ. എന്താണ് മോളോ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ മോൾക്ക് ഇങ്ങനെ ഈ ഫീൽഡിലോട്ടേക്ക് ഒരു ഇത് പാടും അങ്ങനെയൊക്കെയുള്ള കലയൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ചേട്ടന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ചേട്ടന് വലിയൊരു പെട്ടി നിറച്ചും കാശുമായിട്ട് വന്നിട്ട് കഥ എടുത്തപ്പോൾ, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണത്തിന് ശേഷമാണ് ഫിലിം ഇൻഡസ്ട്രിയിലോട്ടേക്ക് പോയത്. അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു. ഒരു പെണ്ണിനെ ഏതായാലും കിട്ടി. ഇനിയിപ്പോ എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കാം. ആ സമയത്ത് കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ചേച്ചി, നീന ചേച്ചി. അപ്പൊ ആ ഒരു കഥയുണ്ടല്ലോ, അത് എനിക്ക് കറക്റ്റ് അറിയാൻ വെച്ചിട്ട് ഇപ്പൊ ഔട്ട്ലൈൻ കേട്ടുന്നേ ഉള്ളൂ. എങ്ങനെയായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുള്ള ജോലിയെല്ലാം? ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ആയിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അച്ഛനും, അദ്ദേഹം എന്റെ വാട്ടർ അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് ജനറലായിരുന്നു. അവിടുന്ന് എനിക്ക് ഇദ്ദേഹം എന്നുള്ള വിളി അപ്പോഴും ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണോ വിളിക്കുക? ഇല്ല, ഞാൻ നീന എന്നാണ് വിളിക്കുന്നത്. നീനന്ന് ഇദ്ദേഹം നോക്കി ഇപ്പൊ നമ്മൾ സംബോധന ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ അങ്ങനെ. പക്ഷെ ഞാൻ സിനിമയിൽ വന്നപ്പോ ആദ്യം സിനിമയില് നാടക സമിതിയിൽ നിന്ന് ഒരു പയ്യൻ അഭിനയിക്കാൻ വന്നു. അയാൾ മോഹൻലാലിനെ കണക്ക് ഒരു ലുക്കുള്ള പയ്യനായിരുന്നു. അയാളെ വെച്ച് സൂപ്പർ സ്റ്റാർ എന്നൊരു പടം തുടക്കം തന്നെ എടുത്തൊരു വിവാദ പടമാണ്. അങ്ങനെ ഇഷ്യൂസ് ഒക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ, നീനയുടെ അച്ഛൻ, എന്റെ അച്ഛനും അമ്മയൊക്കെ കൊച്ചിലെ മരിച്ചു പോയതാ. എന്റെ ഒരു മൂത്ത സിസ്റ്റർ മാത്രമേ ഉള്ളൂ എനിക്ക്, അമ്പലപ്പുഴയുള്ള തുളസി. അച്ഛനും അമ്മയൊക്കെ കൊച്ചിലെ മരിച്ചു പോയിട്ട് ഞാൻ സിസ്റ്റർ എന്നെക്കാൾ 18 years എൽഡറാണ്. അമ്മയെ കിടക്കുക. അവരുടെ കൂടെ നിന്ന് അമ്പലപ്പുഴയാണ് പിന്നെ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അച്ഛനും എന്നുള്ള നിലയ്ക്ക് നീനയുടെ അച്ഛന് സിനിമയിലോട്ട് പോകണോ, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, രക്ഷപ്പെടുമോ എന്നൊക്കെയുള്ള വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നീന ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് അതാണ്. എന്റെ മനസ്സിൽ എപ്പോഴും സിനിമാ കഥകളും എപ്പോഴും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നീന എപ്പോഴും പറയും അതിങ്ങനെ അത് ഇഷ്ടമാണെങ്കിൽ ഫിനാൻഷ്യൽ ഒന്നും വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു അന്ന്. അത്ര വരുന്നില്ല. ഞാൻ എന്നിട്ട് പടം ആദ്യം പ്രൊഡ്യൂസ് ചെയ്തു, ആലിലക്കുരുവി. ഡയറക്ട് ചെയ്തില്ല, വേറെ ആളെ വെച്ചിട്ട്. കുറെ പൈസ ഫ്രണ്ട്സിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നൊക്കെ ഞങ്ങൾ കാറൊക്കെ മേടിച്ചു. ആ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ട് പൊട്ടിപ്പോയി. നിർത്തിക്കോളാൻ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, വീട് വിറ്റ് ആ കാശ പെട്ടിക്കകത്തും കൊണ്ടുവന്നു പറയുന്നു, കടം വീട്ടാനായിട്ടല്ല അത്. അപ്പൊ ഞങ്ങള് ഒത്തിരി കടത്തിലായിട്ട് ഒരു സിനിമ ചെയ്തിട്ട്, അത് ശോഭന, സുരേഷ് ഗോപി, MG സോമൻ, ജഗദീഷ് ശ്രീകുമാർ, ലിസി ഒക്കെ അഭിനയിച്ചൊരു പടമായിരുന്നു അന്ന്. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് അപ്പോൾ അത് സാമ്പത്തിക നഷ്ടം ഉണ്ടായി. പക്ഷെ ഞങ്ങളത് തിരിച്ച് കടമൊക്കെ വീട്ടി തിരിച്ച് എറണാകുളത്ത് വന്നു. അങ്ങനെ ശിപായികളെ തുടങ്ങി, കല്യാണ സൗന്ദര്യം തുടങ്ങി, ആകാശഗംഗ തുടങ്ങി. ആകാശഗംഗ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അതൊരു ഭയങ്കര പോയ കാശും അതിൻ്റെ 4 ഇരട്ടി കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആകാശഗംഗ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നുണ്ട്. എനിക്ക് ഭയങ്കര സ്വന്തം കീശയിലോട്ടാണല്ലോ ആ കാശ് വന്നത്. ഇപ്പം നമ്മൾ ഒരു പടം ഡയറക്ട് ചെയ്താൽ അത് ഓടിയാൽ നമുക്ക് പൈസ കിട്ടണമെന്നില്ല, ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നത്. സാധാരണ വളരെ റെയർലി പ്രേതങ്ങള് വെച്ചിട്ട് അതായത് പ്രേതങ്ങൾ സഹായിച്ച ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇപ്പോഴും പ്രേതങ്ങൾ, എനിക്ക് തോന്നുന്നത് പ്രേതപടങ്ങളെല്ലാം സഹായമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രേതങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണ് മലയാള സിനിമയിലെ വലിയ പ്രേതങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഞാൻ രക്ഷപ്പെട്ടു ഇഷ്ടപ്പെട്ടു. ശരിക്കും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നീന ചേച്ചീനെ കൊണ്ട് സംസാരിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് വലിയ കാര്യം ഇതുവരെ നടന്നില്ല. പക്ഷെ മക്കളെ പറ്റി ചോദിച്ച സമയത്ത് നീന ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ എടുത്തു പറഞ്ഞു, എന്റെ മോൻ കഥ എഴുതും, എന്റെ മോൻ അങ്ങനെ ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ടൈം ടു കോൾ ദ ഡോട്ടർ, വെരി ബ്യൂട്ടിഫുൾ ഡോട്ടർ. ഞാൻ ഒരു ചെറിയൊരു ഗ്ലിംസ് കണ്ടു. ആള് പേര് എനിക്കറിയില്ല, എന്താ മോളുടെ പേര്? നിഖില. മാളു. നമുക്ക് മാളു തന്നെ വിളിക്കാം. മാളു ഇസ് എ വെരി സ്വീറ്റ് നെയിം. സോ മാളുവിനെ പരിചയപ്പെടാം. ഈ ചെറിയ ഫാമിലിയിൽ ഒരാൾ മിസ്സിംഗ് ആണ്, എൽഡർ ബ്രദർ മാളുവിന്റെ. ഓക്കെ, മാളുവിന്റെ ശരിക്കുള്ള പേര് നിഖില എന്നാണ്. മാളു എന്നുള്ള പേരാരായിട്ടത്? അച്ഛന്റെ മോളാണോ? പെൺകുട്ടിലെ അച്ഛന്റെ പെറ്റാന്ന് പറയാം, അങ്ങനെയാണോ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ മാളുവിന്റെ പേരിടുന്ന സമയത്താണ് മാളൂട്ടി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയില്ലേ, ബേബി ശാലിനിയുടെ. എനിക്ക് തോന്നുന്നത് അന്ന് ഭയങ്കര പെറ്റാണ് ആ സമയത്താണ് മാളുവിന്റെ
ജനനം. അത് അന്നേരം ഞങ്ങൾ ആ പേരും കിട്ടും. മാളു. ആൻഡ് മോന്റെ പേരെന്താണ്? വിഷ്ണു. വിഷ്ണു അന്നിക്കില്ല അല്ലെ? ഓക്കെ. മാളു ഇപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. വെരി പ്രിറ്റി ഗേൾ. ഫിലിമിൽ കറക്റ്റ് ഫേസ് ഒക്കെ ഉള്ള ആളാണ്. അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? അങ്ങനെ ഒരു ടോക്ക് എവിടെ? അങ്ങനെ ഒരു ടോക്ക് ചെയ്യില്ല. അതിന്റെ അർത്ഥമായി അടുത്ത കാലത്ത് അങ്ങനെ ചിന്തിക്കേണ്ടതാണല്ലേ. പക്ഷെ അൺലൈക്ക് രണ്ടുപേർക്കും കംപ്ലീറ്റ്ലി നല്ലൊരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അച്ഛൻ തന്നിട്ടുണ്ട് അല്ലെ? ബിക്കോസ് അത് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു തോന്നുന്നു അല്ലെ അച്ഛൻ? അതെ അത് നിർബന്ധമായിരുന്നു എഡ്യൂക്കേഷൻ. എന്തായാലും ആസ് എ ഫാദർ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉന്നയിച്ചേട്ടൻ കുട്ടികളുടെ കാലിൽ എഡ്യൂക്കേഷൻ വളരെ മസ്റ്റായിട്ട് ചെയ്യണം അല്ലെ? ബേസിക് എഡ്യൂക്കേഷൻ മാത്രമല്ല പ്രൊഫഷണൽ ആവണമെന്നുള്ളൊരു ഇത് കൊടുക്കും. അങ്ങനെ തന്നെ എപ്പോഴും പറയാറ്. എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം സ്റ്റഡീസിന്റെ കാര്യത്തില്. അച്ഛന്റെ ഈ ഒരു ഭയങ്കര ബോൾഡ് ക്യാരക്ടറാണ് അല്ലെ? അതിപ്പോ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ അറിയാത്ത ആരും ഇല്ല ഈ ഭൂമി മലയാളത്തില്. അച്ഛന്റെ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എപ്പോഴെങ്കിലും, അതായത് ഇപ്പൊ കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ നടന്നു, കോളേജിൽ മാള് പോകുന്ന സമയത്ത് ഒരു ചിലരെങ്കിലും ഇങ്ങനെ വന്നിട്ട് തമാശക്ക് ഇങ്ങനെ ചോദിച്ചു കാണില്ല? ഉണ്ട്. സീനിയേഴ്സ് ഒക്കെ റാഗിംഗ് ടൈമില് ചെറിയ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യും, എല്ലാം ശരിയാകും അങ്ങനത്തെ ഉള്ള രീതി. പിന്നെ എല്ലാം ആ ഒരു സ്പിരിറ്റിൽ എടുത്ത് കളയും അത്ര. ആ ഒരു കാര്യം അച്ഛൻ്റെ അടുത്ത് കിട്ടിക്കാണോ അല്ലെ? കുഴപ്പമില്ല. അച്ഛന്റെ മോളാണോ അമ്മയുടെ മോളാണോ? അങ്ങനെ വെച്ചാ അതൊരു വലിയ കോൺട്രവേഴ്സി. രണ്ടുപേരും നിൽക്കുമ്പോൾ എന്ത് പറയും? എന്നാലും സാധാരണ പെൺകുട്ടികൾ എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ അച്ഛന്റെ അടുത്താണ് എപ്പോഴും ഒരു ഇതുണ്ടാവുക. അച്ഛന്റെ പെറ്റാണ്. അച്ഛന്റെ പെറ്റാണ്. അമ്മയുടെ കൂട്ടുകാരിയാണ്. അങ്ങനെയാണ് അവര്. മോനുമായിട്ട് അമ്മ ഭയങ്കര അറ്റാച്ച്മെന്റ് അല്ല? അത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ നേരത്തെ എന്തോ വെറുതെ മോന്റെ കാര്യം വന്നപ്പോ അമ്മ എടുത്തു പറഞ്ഞു എന്റെ മോൻ നന്നായി കഥ എഴുതുന്നു. അപ്പോഴാണ് ഒരാൾ വായി വന്ന് സംസാരിച്ചത്. ഓക്കെ. സോ മാളുവിന്റെ ഇൻട്രസ്റ്റ് എന്താണ്? മാളുവിന് എഞ്ചിനീയറിംഗ് ചെയ്തു. പക്ഷെ എഞ്ചിനീയറിംഗ് ഏതാ ബ്രാഞ്ച് ചെയ്തു? ഞാൻ ഇലക്ട്രിക്കലായിരുന്നു. താല്പര്യം ഉണ്ടായിരുന്നു ഇലക്ട്രിക്കൽ? അത് അച്ഛന്റെ ഫേവറേറ്റ് സബ്ജക്ട് ആണോ? അങ്ങനെയല്ല. ഇലക്ട്രിക്. ഓക്കെ. അച്ഛൻ പണ്ട് ഇലക്ട്രിക്കൽ അതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പൊ മാളൂനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഡ്രസ് ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്ങിൽ താല്പര്യമുള്ള ഒരാളായിട്ടാണ്. ശരി. ഞാൻ ഒട്ടും വരക്കില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം അമ്മ ചെയ്യണം. അമ്മയാണ് അമ്മയാണ് കംപ്ലീറ്റ് കോസ്റ്റ്യൂം. ചേച്ചി എപ്പോഴെങ്കിലും ചേട്ടന്റെ ഫിലിംസിൽ ഏതെങ്കിലും ഡിസൈനിങ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാം? എല്ലാ പടത്തിലും ഇപ്പം സജഷൻസ്. ഇപ്പം നമ്മുടെ അത്ഭുത ദ്വീപിലെ മറ്റേ മല്ലിക കപൂറിന്റെ ഡ്രസ്സ് ഒക്കെ വരുമ്പോൾ യക്ഷിയിലെ മേഘനയുടെ ഡ്രസ്സൊക്കെ സജഷൻസ് നീന നൽകും. പിന്നണിയില്ല. പിന്നണി പ്രവർത്തകയാണ് ചേട്ടന്റെ ലൈഫിലും പ്രൊഫഷനിലും ഒക്കെ. ചേട്ടൻ എപ്പോഴാ വരാറ്? ചേട്ടൻ യൂഷ്വലി ഡിസംബറിലാണ് വരാറ്. ഇനിയിപ്പോ മെയ് ആകുമ്പോ കോഴ്സ് കഴിയും. 2000. അച്ഛന്റെ ക്യാരക്ടർ ഏറ്റവും ഇംബൈബ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണ് മാളു? അതായത് വാട്ട് ഡിഡ് യു ടേക്ക്? ബിക്കോസ് നമ്മളെല്ലാവരും അച്ഛനും അമ്മയുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എടുക്കും. അച്ഛന്റെ ഏത് ക്യാരക്ടർ? ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്. മീൻസ് ഒരു കാര്യം പറഞ്ഞാൽ അത് അതിൽ തന്നെ പിടിച്ചു നിൽക്കും. അങ്ങനത്തെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ്നെസ് മാളു എടുത്തിട്ടുണ്ടോ? മാളു അങ്ങനെ പറയാറുണ്ടോ എന്തെങ്കിലും? പേടിയാണോ അച്ഛനെ കുറച്ച്? പേടി ഭയങ്കര ഡിപ്ലോമാറ്റിക് ആവരുത്. എന്നാലും പേടി വല്ല വികൃതി എന്തെങ്കിലും കാണുമ്പോ അച്ഛൻ എങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഫാദറോട്? അങ്ങനെ അധികം വഴക്കൊന്നും പറയാറൊന്നുമില്ല. മീൻസ് ഇങ്ങനെ പറഞ്ഞു തരാറേ ഉള്ളൂ, ഇങ്ങനെ ചെയ്യരുത്. യു ആർ വെരി പ്രിറ്റി ഡോട്ടർ. അപ്പൊ എപ്പോഴെങ്കിലും മാളുവിനൊരു ഇൻട്രസ്റ്റ് ഫിലിം മേക്കിങ്ങിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആക്ടിങ്ങിലോ? ഓക്കെ, ആക്ടിങ് വിച്ച് ഇസ് വെരി, ബിക്കോസ് ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ വരുംവരായികൾ എല്ലാ കളികളും അറിയുന്ന ഒരാളാണ്. താല്പര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ഇപ്പൊ മുഖത്ത് കാണുന്നില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായാൽ? ഇല്ല, ഞാൻ അവർക്ക് ഇപ്പൊ താല്പര്യം ഞാൻ കുട്ടികളുടെ അങ്ങനെ പറയാറേ ഇല്ല. വിഷ്ണുവിനോട് പോലും വിഷ്ണുവിന് താല്പര്യം ഉണ്ടായി പറഞ്ഞത് എൻ്റെ പ്രിഫറൻസ് ഇതിനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ മാളു നാളെ പറയുകയാണ് എനിക്ക് ഫിലിം ഡയറക്ഷൻ പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടം അതാണെങ്കിൽ ഒരു കൈ നോക്കിക്കൊള്ളാൻ തന്നെ പറയും. അതൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ കുട്ടികളുടെ ഒരു കാര്യത്തിലും അങ്ങനെ എൻ്റെതായ റൂട്ടിൽ കൂടി പോകണം. ഞാൻ അഭിനയിപ്പിക്കുമ്പം അറിയാം, എന്നോട് വന്നിട്ടുള്ള ഒത്തിരി പുതുമുഖങ്ങളുണ്ട്, നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. ജയസൂര്യൊക്കെ എനിക്ക് തോന്നുന്നു, മണിക്കുട്ടൻ, അവരൊക്കെ, പക്രു നമ്മുടെ അത്ഭുത ദ്വീപിൻ്റെ ഗിന്നസ് ബുക്ക് നായകനൊക്കെ, ഇവരൊക്കെ വരുമ്പോൾ നോക്കിയുള്ളൂ. ഞാനൊരിക്കലും അവരെ എൻ്റെ റൂട്ടിലോട്ട് ഞാനിങ്ങനെ അഭിനയിച്ച് കാണിച്ചിട്ട് ഞാൻ പഴയ പ്രേം നസീറിൻ്റെ അഭിനയമൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, മനസ്സിലായി? ഇതൊക്കെ അങ്ങോട്ട് അഭിനയിച്ച് കാണിച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കടാ എന്ന് പറയുന്ന അവസ്ഥ എനിക്കില്ല. ഞാൻ പറയും, ഇന്ദ്രജിത്ത് വില്ലനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് താനൊന്ന് കാണിച്ചതാ സാർ. ഞാൻ ആദ്യ സിനിമ താൻ കാണിച്ചതാ, താൻ സിനിമയിൽ എന്തേ അനൂപ് ഇപ്പോഴത്തെ ഹീറോ കാട്ടിയമ്പകത്തിൽ ഇയാളൊരു ഭയങ്കര ഹെവി വേഷമായത്. ഞാൻ അയാളോട് ഒരിക്കലും താൻ കാണിച്ച് തൻ്റെ കോൺട്രിബ്യൂഷൻ കാണിച്ചിട്ട് തൻ്റെ ആ കോൺട്രിബ്യൂഷനകത്ത് എന്താ തെറ്റെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം.
അങ്ങനെയാണ് ഞാൻ മോൾഡ് ചെയ്യുന്നത്. അല്ല ഒരിക്കലും എൻ്റെ റൂട്ടിലോട്ട് പിടിച്ചിട്ട് ഇവരെ ഇത് ഞാൻ പറയുന്ന മോഡുലേഷനിൽ പറയണം എന്നൊക്കെ പറഞ്ഞ ഡയറക്ടേഴ്സ് ധാരാളം കൊണ്ടായിരിക്കാം. ഞാൻ അങ്ങനെ പറയാറില്ല. അതുതന്നെ മക്കളുടെ കാര്യത്തിലും ഞാൻ അവരിങ്ങനെ പോകുമ്പോൾ അവരുടെ മോഡുലേഷൻ അവരുടെ മൊത്തത്തിലുള്ള പോക്കിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അതങ്ങനെ നേരെയാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതല്ല. അത് ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. ഇറ്റ്സ് എ വെരി ഹാപ്പി ഫാമിലി. അത് ഈ വീടിന്റെ ഐശ്വര്യത്തിലും കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. പരിചയപ്പെട്ടതിന് വളരെ വളരെ സന്തോഷം. താങ്ക് യു ചേച്ചി. താങ്ക്സ് എ ലോട്ട്. കുറച്ചെങ്കിലും സംസാരിച്ചതിന്. മാധു, താങ്ക്സ് എ ലോട്ട്. ഹാപ്പി ഓണം. വരാൻ പോകുന്നതേ ഉള്ളൂ. സെയിം ടു യു. താങ്ക് യു.